എല്ലാവർക്കും നമസ്കാരം. ജീവിതത്തിൽ എല്ലാം നഷ്ടപ്പെട്ടവർ മാത്രമേ ബന്ധങ്ങളുടെ വില മനസ്സിലാവൂ. അവർ ആർക്കു വേണമെങ്കിലും ആരുടെ മുമ്പിലും യാചിക്കും. അങ്ങനെയുള്ളൊരു ബാലന്റെ കഥയാണ് ഞാൻ ഇന്ന് നിങ്ങളുടെ മുമ്പിൽ പറയാൻ പോകുന്നത്. എന്റെ കഥയുടെ പേരാണ് ദൈവത്തെ വിലയ്ക്ക് വാങ്ങുവാൻ നടന്ന കുട്ടി. ഒരു ദിവസം നേരം സന്ധ്യയോട് അടുക്കാറായി. ഒരു കുട്ടി കയ്യിൽ 50 രൂപയുടെ നോട്ടുമായി ദൈവത്തെ വാങ്ങുവാൻ ഇറങ്ങി. അവൻ ആദ്യം കണ്ട കടയിൽ ചെന്നു. എന്നിട്ട് ആ കടക്കാരനോട് ചോദിച്ചു, ഇവിടെ ദൈവത്തെ വാങ്ങാൻ കിട്ടുമോ? ആ കടക്കാരൻ പറഞ്ഞു, നീ എന്താ ആളെ കളിയാക്കുവാണോ? ഇതെന്തോ ഉടായിപ്പാണെന്ന് വിചാരിച്ച് അദ്ദേഹം അവനെ അവിടെ നിന്ന് ഇറക്കി വിട്ടു. അവൻ അടുത്ത കടയിലും ചെന്നു. അവിടുന്ന് അവനെ ഇറക്കി വിട്ടു. അങ്ങനെ ഓരോ കടകളിലും അവൻ കയറിറങ്ങിക്കൊണ്ടേയിരുന്നു. കടകളെല്ലാം അടച്ചു തുടങ്ങി. അവസാനം കണ്ട ഒരു കടയിൽ അവൻ ഓടി കയറി ചെന്നിട്ട് ആ കടക്കാരനോട് ചോദിച്ചു, ഇവിടെ ദൈവത്തെ കിട്ടുമോ എന്ന്. ആ ഏകദേശം 60 വയസ്സ് പ്രായം വരുന്ന ആ വൃദ്ധൻ അവനോട് ചോദിച്ചു, നിനക്ക് എന്തിനാണ് ഇപ്പോൾ ദൈവത്തെ? ഒരാളെങ്കിലും തന്റെ ചോദ്യം കേട്ടുവല്ലോ എന്ന് സന്തോഷത്തോടെ അവൻ പറഞ്ഞു, 2 വർഷം മുമ്പേ എൻ്റെ അച്ഛനും അമ്മയും മരിച്ചുപോയി. ഇപ്പോൾ എൻ്റെ അങ്കിളാണ് എന്നെ നോക്കുന്നത്. പക്ഷേ അങ്കിളിന് ഇപ്പോൾ ഒരു അപകടം പറ്റി ആശുപത്രിയിലാണ്. ഇതുവരെയും ബോധം വന്നില്ല. ഡോക്ടർ പറഞ്ഞു, ഇനി ദൈവത്തിന് മാത്രമേ തൻ്റെ അങ്കിളിനെ രക്ഷിക്കാൻ കഴിയൂവെന്ന്. അത് കഴിഞ്ഞ് അദ്ദേഹം അവനോട് ചോദിച്ചു, നിന്റെ കയ്യിൽ എത്ര രൂപയുണ്ട്? അവൻ പറഞ്ഞു, 50 രൂപ. ആ, ദൈവത്തിനും ഏകദേശം ആ വിലയെ വരുള്ളൂ എന്ന് പറഞ്ഞിട്ട് ഒരു കുപ്പിയിൽ അല്പം തേനെടുത്ത് കൊടുത്തിട്ട് പറഞ്ഞു, ഇത് നിന്റെ അങ്കിളിന് കൊണ്ടുപോയി കൊടുക്കണം. അവൻ സന്തോഷത്തോടെ അദ്ദേഹത്തോട് നന്ദി പറഞ്ഞ് ഓടി ആശുപത്രിയിലേക്ക് പോയിട്ട് അവൻ അലറി കൂവിക്കൊണ്ട് പറഞ്ഞു, എനിക്ക് ദൈവത്തെ കിട്ടി, എൻ്റെ അങ്കിൾ രക്ഷപ്പെടും. പിറ്റേന്ന് ഒരു മെഡിക്കൽ ടീം വന്നിട്ട് അദ്ദേഹത്തിന്റെ ചികിത്സ ഏറ്റെടുത്തു. അല്പ ദിവസങ്ങൾ കഴിഞ്ഞു. ആശുപത്രിയിൽ നിന്ന് ഇറങ്ങാറായി. ബില്ല് കൊണ്ടുവന്നു. അത് കണ്ട് അദ്ദേഹം ഞെട്ടിപ്പോയി. കുറച്ചു സമയം കഴിഞ്ഞ് ഒരു അറിയിപ്പ് വന്നു, അബദ്ധം പറ്റിയതാണ്, ഈ ബില്ല് ആരോ അടച്ചിട്ടുണ്ട് എന്ന്. ഇത് കേട്ടിട്ട് അദ്ദേഹം ആ കുട്ടിയോട് ചോദിച്ചു, ഇവിടെ എന്താണ് സംഭവിച്ചത്? കുട്ടി അങ്കിളിനോട് നടന്ന കാര്യങ്ങളെല്ലാം പറഞ്ഞു. ദൈവത്തെ വാങ്ങാൻ പോയ കഥയും ദൈവത്തെ കൊടുത്ത ആളുടെ കഥയും എല്ലാം. ഇത് കേട്ട ഉടനെ അദ്ദേഹം ആ കുട്ടിയെ കൂട്ടി ആ വലിയ മനുഷ്യന്റെ അടുത്തേക്ക് പോയി. അവിടെ ചെന്നപ്പോഴാണ് അറിയാൻ കഴിഞ്ഞത്, ആ നാട്ടിൽ തന്നെ ഏറ്റവും പണക്കാരനാണ് അദ്ദേഹം. കണ്ണീരോടെ കൈകൂപ്പി അദ്ദേഹത്തോട് നന്ദി പറഞ്ഞു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, താങ്കൾ എന്നോടല്ല നന്ദി പറയേണ്ടത്. കയ്യിൽ 50 രൂപയുടെ നോട്ടുമായി ഓരോ കടകളിലും ദൈവത്തെ വാങ്ങാൻ കയറി ഇറങ്ങിയ ഈ കുട്ടിയോടാണ് നിങ്ങൾ നന്ദി പറയേണ്ടത്. ഈ കുട്ടിയുടെ നിഷ്കളങ്ക ഹൃദയമാണ് നിങ്ങളെ രക്ഷിച്ചത്. നിഷ്കളങ്കമായ ഹൃദയമുള്ളവനെ ദൈവത്തെ വാങ്ങുവാനും കൊടുക്കുവാനും കഴിയും. നമ്മൾ നടത്തുന്ന ഓരോ കൊച്ചു കൊച്ചു യാത്രകളിലും നമ്മൾ ദൈവത്തെ കണ്ടെത്തണം. ഈ ലോകത്തിൽ നമ്മൾ എല്ലാവരും ഓരോ ദൈവങ്ങളായി കഴിഞ്ഞാൽ ദാരിദ്ര്യവും സങ്കടങ്ങളും എല്ലാം മാറി സ്നേഹവും സമാധാനവും ഉള്ള ലോകത്തെ സൃഷ്ടിക്കാൻ കഴിയും. അപ്പോൾ നമ്മുടെ എല്ലാവരുടെയും മനസ്സിലും ഒരു നിഷ്കളങ്കമായ ഹൃദയം ഉണ്ടായിരിക്കണമെന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ